സുഹൃത്തുക്കളെ, ആനയെ ഞാൻ എടുത്തുകൊണ്ടിരിക്കുക ലൈവായിട്ട്. നോക്കിക്കുന്ന ആന ഞാൻ കീറിപ്പോയെന്ന് വിചാരിച്ചേ. ഇപ്പോൾ കാണിച്ചു തരാം. ആന ദൂണ്ട വെള്ളത്തിൽ കിടക്കുന്നു, കിടക്കുന്നത് കാട്ടാനത്. കണ്ടോ വെള്ളത്തിൽ കിടക്കുന്നുണ്ട്, ആശം കണ്ടോ കിടക്കുന്നത്. ഇങ്ങോട്ട് തിരിഞ്ഞാൽ സൂപ്പറായിരുന്നു കേട്ടോ. എത്ര നേരമായി കുളി തുടങ്ങിയിട്ടെന്നറിയോ? അടിപൊളിയല്ലേ, സൂപ്പറല്ലേ? എങ്ങനെ ഉണ്ടാ ആന കുളിക്കുന്നത്? ഇങ്ങനെ നേരിട്ട് എടുക്കുന്ന കണ്ടോ? ഏതാണ്ടോ ആനയുടെ കുളിമുറിയാണ് കേട്ടോ. പിന്നെ ക്യാമറ വെച്ച് എടുത്തോണ്ടിരിക്കുക. ഇങ്ങനെ എടുത്തോണ്ടിരിക്കുക. ആശം തിരിഞ്ഞിരിക്കുമോ ഇപ്പോൾ ഇവിടെ കേട്ടോ? തിരിയട്ടെ ഹൈ ലെവൽ ഷോട്ട്. തിരിയട്ടെ വെയിറ്റിംഗ് തിരിയടാ മോനെ, വെയിറ്റിംഗ്. ആന ആശം തിരിഞ്ഞിട്ട് എന്ത് കൊടുക്കുമോ? ഉണ്ട് കുറേ നേരമായി കേട്ടോ. അയ്യോ തിരിയുന്നു. ഞങ്ങൾ മൊബൈലിലെടുക്കുക കേട്ടോ, ക്യാമറയിൽ എടുക്കാം. നിങ്ങളെ ദൃശ്യങ്ങൾ മൊബൈലിലും കാണിച്ചു തരുക. സൂപ്പർ. അയ്യോ കണ്ട അടിപൊളി ഷോട്ട്. അപ്പോൾ ഞാൻ ക്യാമറ എടുക്കട്ടെ. ഓക്കെ, ഞാനിപ്പോൾ അതേടെ ഫോട്ടോയും വീഡിയോസും ഒക്കെ എടുത്തുകൊണ്ടിരിക്കുക. 2 ആശാന്മാരവിടെ കുളിയെന്ന് പറഞ്ഞാൽ ഒന്നൊന്നര കുളി. അയ്യോ വരുന്നുണ്ടേ. അപ്പം ആശാന്മാരവിടെ തകർത്ത് കുളിച്ചുകൊണ്ടിരിക്കുക. ഞാനവിടെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തുകൊണ്ടിരിക്കുക. കാട്ടാനകൾ കുളിക്കുന്നത് കാണുക, അതും മണിക്കൂറോളം കുളിക്കുന്നത് കാണുക, അതിൻ്റെ മികച്ച ചിത്രങ്ങൾ എടുക്കുക, മികച്ച വീഡിയോസ് എടുക്കുക. എത്ര മനോഹരമായ നിമിഷങ്ങളാണെന്നറിയാം. നമ്മൾ ശരിക്കും പറഞ്ഞാൽ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫീൽ റിലാക്സ്ഡ് ആണ്. അതായത് നമ്മളിങ്ങനെ പ്രകൃതിയോട് ഇങ്ങനെ ചേർന്ന്. ഇപ്പോൾ നമുക്ക് ഞാൻ സംസാരം നിർത്തും. ഇവിടുത്തെ ഒരു പ്രകൃതിയുടെ സൗണ്ട് നിങ്ങൾ കേട്ടോണേ. പൊത്തോന്ന് വെള്ളത്തിൽ സൗണ്ട് കേൾക്കുന്ന ആശാന്മാർ എൻ്റെ കൂടെ തുമ്പിക്കിട്ട് അടിക്കുന്ന സൗണ്ട് എത്ര മനോഹരമാണ്. നോക്ക്, അങ്ങേ സൈഡ് കാടാം. അങ്ങേ സൈഡ് നാട്ടിൻ പ്രദേശമാണ്. നാട്ടിലും എല്ലാം എടുക്കാറുണ്ട്. പക്ഷെ നമുക്ക് നാട്ടിൽ അവസരം കിട്ടുമ്പോൾ നമ്മൾ നാട്ടിൽ വന്ന് എടുക്കുന്നു, അത്രേ ഉള്ളൂ. അത് കാടാണ്. കാടിൻ്റെ അങ്ങേ സൈഡിലാണ് ആശാന്മാരുടെ കുളി. അത് അവന്മാരുടെ കുളി സ്ഥലം കേട്ടോ. അപ്പോൾ നമ്മൾ ഇങ്ങനെ കരയിൽ നിന്ന് അക്കരെ കരയിലോട്ട് സൂം ചെയ്തിരുന്നെങ്കിൽ എടുക്കും, അത്രേ ഉള്ളൂ. ഏതൊരു രസമാണെന്നറിയോ അവന്മാരുടെ കുളി. എന്തുമാത്രം കണ്ടു. 2-3 വർഷമായിട്ട് വർഷന്മാരുടെ രണ്ടിനാണ് കുളി കണ്ടുകൊണ്ടിരിക്കുക. കുളിയും അവന്മാരുടെ വീഡിയോസും ഫോട്ടോസും എല്ലാം എടുത്തുകൊണ്ടിരിക്കുക. അതുകൊണ്ട് വരുന്നുണ്ട്. എന്തോ കുളിയാണെന്നറിയോ. കുളിച്ച് വരുന്നുണ്ട്. ഓക്കെ, എടുക്കട്ടെ. അവിടെ അടിപിടി നടക്കുന്നത്. അതുകൊണ്ട് ഒരുപാട് വിഷ്വൽസ് പകർത്തിയിട്ടുണ്ട്. പക്ഷേ ഞാൻ ഏറ്റവും കൂടുതൽ ആനകളുടെ പകർത്തിയിട്ടുള്ള ആനക്കുളികളാണ്. ആനക്കുളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 3/4 മണിക്കൂർ 1 മണിക്കൂറൊക്കെയാണ്. ചിലത് ഏകദേശം 1.5 മണിക്കൂർ 2 ആനകൾ തമ്മിൽ കുളിക്കുന്ന വീഡിയോസ് വരെ എടുത്തിട്ടുണ്ട്. അപ്പം ഏറ്റവും കൂടുതൽ ആനകളുടെ വീഡിയോസ് എടുത്തതിൽ ഏറ്റവും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്തത് ഇതാണ്. കണ്ടോ, ഇപ്പോൾ ഞാനിവിടെ വന്നിരിക്കുന്നത് രാവിലെ വെയിലില്ല. അതുകൊണ്ട് ഇപ്പോൾ വെയിലടിക്കാൻ തുടങ്ങി. എൻ്റെ മുഖത്തോട് വെയിലടിക്കാൻ തുടങ്ങി. വെയിലങ്ങോട്ട് മൂത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല കട്ട വെയിലത്തായിരിക്കും വിട്ടിരിക്കുന്നത്. ഇപ്പോൾ സമയം എത്ര? 8 മണിയായി. സാറിന് 8:15 മാഷന്മാർ കുളി നിർത്തും കേട്ടോ. ഇറങ്ങി കേട്ടോ. അവിടെ ഒരു കുളിമുറിയുണ്ട്. അവന്മാർ ആ മരത്തിൻ്റെ പുറകെ കിടന്നാണ് കുളിയും നനയൊക്കെ. ഇപ്പോൾ നമ്മളൊരു 3/4 മണിക്കൂർ വെയിറ്റ് ചെയ്യുമ്പോൾ അതിനകത്ത് 5-10 മിനിറ്റാണ് ഇവന്മാർ പുറത്തേക്ക് ഇറങ്ങി വരുന്നത്. ബാക്കി എല്ലാ മരത്തിനടിയിലാണ് പരിപാടി മൊത്തം. ഇറങ്ങി വരട്ടെ. ഇറങ്ങി വരുമ്പോൾ നല്ല ഷോട്ട് കിട്ടും ഇടയ്ക്ക്. അപ്പോൾ മരത്തിനടി കിടന്ന കുളിയും നനയും എല്ലാം കേട്ടോ. അല്ല കൊമ്പ് ഓർക്കുന്ന എടുക്കട്ടെ. ഓണ്ടാശന്മാർ ഓട്. ഇപ്പം കാണിച്ചു തരാം.